സർ, ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നു. സർ, ഇവ മുഴുവൻ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിലാണ്. ഇത്തരം ഇടപാടുകൾക്ക് IGST ഈടാക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അനുമാനിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അത് തടയുന്നതിനുള്ള എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? മിനിസ്റ്റർ. സർ, ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഓൺലൈനായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ വഴി ഇവിടെ കച്ചവട ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. കൺസ്യൂമർമാർ ധാരാളമുണ്ട് സ്ഥലം എന്ന നിലയിൽ. അതിനകത്ത് ഏറ്റവും പ്രധാനം ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികളാണ്. അതുമാത്രമല്ല, ഈ നമ്മുടെ ആപ്പിളും അതുപോലെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് മാത്രമല്ല, അത് ഓൺലൈൻ സർവീസസ് ധാരാളമുണ്ട്. നമ്മൾ സിനിമ കാണുന്നതിന് OTP ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിനകത്ത് ഓരോ ബില്ലിലും നോക്കിയാൽ നമുക്ക് വരുന്ന ഇൻവോയ്സിനകത്ത് ആ ഇൻവോയ്സിനകത്ത് നമ്മുടെ GST കാണിക്കുന്നുണ്ട്. ഇത് കൃത്യമായി കിട്ടുന്നില്ല എന്ന പ്രശ്നം കേരളം ഉന്നയിച്ചിരുന്നു. നിരന്തരമായി പ്രശ്നങ്ങൾ പലതും IGSTയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട്, പഠനം വേണമെന്ന് പറഞ്ഞിരുന്നു. ആ ചോദ്യത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ചോദ്യം വന്നതുകൊണ്ട് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ GST കൗൺസിൽ യോഗം ചേർന്നപ്പോൾ കേരളം കൊടുത്ത ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടുള്ള ഇത്തരം ബിസിനസ്സുകൾ ഇതുവരെ അവർക്ക് E-way ബില്ലിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ E-way ബില്ലുകൾ രേഖപ്പെടുത്തണമെന്നൊരു സംവിധാനം വന്നു. 500 കേസുകൾ നമ്മളെടുത്തു. ആമസോണിൽ നിന്നും മറ്റ് സാധനങ്ങളിൽ നിന്നൊക്കെ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ അതിവിടെ ആ ടാക്സ് വന്നിട്ടില്ല. അങ്ങനെ പരിശോധിച്ച് ദീർഘമായൊരു പ്രക്രിയയിൽ കൂടി ഇത് ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഏതായാലും സെൻട്രൽ കൗൺസിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഓൺലൈനായിട്ട് വരുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഏത് സാധനം എടുത്താലും നമുക്കത് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. സർ, ഇത് മാത്രമല്ല, ഈ IGST സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട് നേരത്തെ മുതൽ. ആ IGST സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ കൂടുതൽ നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ GST കൗൺസിലിന് ശേഷം 10 ദിവസത്തിനകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് IGST സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യത വരുത്താനുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിനകത്ത് ഈ ഫ്ലിപ്കാർട്ട്, ആമസോണ്, മറ്റ് ഓൺലൈൻ സർവീസസ് അതിൻ്റെ എല്ലാം ടാക്സ് ഇനി മുതൽ ആ ഓൺലൈൻ വരുന്ന കാര്യങ്ങൾക്ക് E-way ബില്ല് വരണമെന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. അത് കേരളത്തിന് ഗുണപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, 40 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് GSTയുടെ പരിധിയിൽ വരുന്നത്. സംസ്ഥാനത്ത് ഇത്തരം വിറ്റുവരവുള്ള പല സ്ഥാപനങ്ങളും GST നെറ്റ്വർക്കിൻ്റെ പുറത്താണ് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? IGST വീതം കൃത്യമായി നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇത് പരിധിയിൽ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്വീകരിച്ചതായ നടപടികൾ എന്തൊക്കെ? യെസ്, മിനിസ്റ്റർ. സർ, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. ഈ 40 ലക്ഷം രൂപ വരെ ഉള്ള ഇതാണ്. ഇപ്പോൾ വാറ്റ് കാലത്ത് 10 ലക്ഷമായിരുന്നു. എന്നാൽ GST വന്നപ്പോൾ ഈ പരിധി 40 ലക്ഷമായി. സേവനത്തിൻ്റെ കാര്യത്തിൽ അത് സർവീസ് ടാക്സ് വരുന്നതിനകത്ത് 20 ലക്ഷമാണ്. ഇത്തരം പല കാര്യങ്ങളിലും വേണ്ടത്ര രജിസ്ട്രേഷൻ വരുന്നില്ല. അതുകൊണ്ട് GST വകുപ്പ് ഈ 40 ലക്ഷത്തിൻ്റെയും 20 ലക്ഷത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ആൾക്കാരെ കണ്ടാലുള്ള സർവേ നടത്തുന്നുണ്ട്. സാർ, ഇതിൻ്റെ ഭാഗമായി ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗങ്ങൾ സ്ട്രീറ്റ് സർവേ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ പല റെസ്റ്റോറൻറ്റും കാണുമ്പോൾ വലിയ കച്ചവടം ഉണ്ടെന്നൊന്നും തോന്നില്ല സാർ. പക്ഷേ അവിടെ പോയി നോക്കി കൃത്യമായൊരു പഠനം നടത്തുമ്പം ഈ റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിങ്ങിൻ്റെ സ്ഥാപനങ്ങൾ, ബ്യൂട്ടി പാർലർ, കോച്ചിങ് സെൻറ്റർ, ട്യൂഷൻ സെൻറ്റർ തുടങ്ങി B2C മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളെ കണ്ടെത്തി രജിസ്ട്രേഷൻ നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് സാർ.